ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിയുടെ മരണത്തിൽ ഹൈക്കോടതി ഇടപെടൽ. കൊച്ചിയിലെ ബ്രഹ്മപുര മാലിന്യ പ്രശ്നം പരിശോധിച്ച അമിക്കസ് ക്യൂറിയോട് തിരുവനന്തപുരത്തെത്തി ആമയിഴഞ്ചാൽ തോട് ദുരന്തം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ കനത്ത നാശം വിതയ്ക്കുന്നു. കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും ആലപ്പുഴയും മരം വീണ് അപകടങ്ങളുണ്ടായി. ആലപ്പുഴയിൽ മരം വീണ് സ്കൂട്ടർ യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു. കണ്ണൂരും കാസർഗോഡും കോട്ടയത്തും വീടുകൾ തകർന്നു. പലയിടത്തും റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയോധികൻ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത് 2 ദിവസം. വാർത്ത ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംഭവത്തിൽ 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. അടിയന്തരമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൽ തോട്ടിൽ അകപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ വേർപാടിൽ മനം തകർന്ന അമ്മ. രക്ഷാപ്രവർത്തകർ അവർക്ക് കഴിയുന്നതിന്റെ പരമാവധി ചെയ്തുവെന്നും അതിലെല്ലാം പൂർണ്ണ തൃപ്തിയുണ്ടെന്നും ജോയിയുടെ സഹോദരന്റെ മകൻ ഷിജിൻ പറഞ്ഞു. ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം, വീട്ടിലേക്കുള്ള വഴി ശരിയാക്കൽ, ജോയിയുടെ ആശ്രിതനായ സഹോദരന്റെ മകന് നഗരസഭയിലോ റെയിൽവേയിലോ ജോലി നൽകണമെന്നീ 4 ആവശ്യങ്ങളിലാണ് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളതെന്നും BS ബിനു പറഞ്ഞു. മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടുവളപ്പിലായിരുന്നു ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്ത് ന്യൂനമർദ്ദവും രൂപപ്പെട്ടു. കാലാവസ്ഥ മോശമായതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡ്രഡ്ജർ അഴിമതി കേസിൽ മുൻ DGP ജേക്കബ് തോമസിനെതിരായ അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ 2 ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേസ് ഓഗസ്റ്റ് 9 പരിഗണിക്കാനായി മാറ്റി. ഡ്രഡ്ജർ അഴിമതി കേസിൽ ഡച്ച് കമ്പനിയായ IHC ബീവറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടി കേന്ദ്രത്തെ സംസ്ഥാനം സമീപിച്ചിരുന്നു. ഇതിൽ കോടതി ഇടപെടലും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ മത്സരിച്ചതിൽ CPI ദേശീയ കൌൺസിലിൽ വിമർശനം. നടപടി രാഷ്ട്രീയ വിവേകമില്ലായ്മയെന്ന പഞ്ചാബിലെ അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചു. ഇക്കാര്യത്തിലെ അനൌചിത്യം ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ദേശീയ നേതൃത്വത്തിന് താൻ കത്തു നൽകിയിരുന്നതായി ആനി രാജ യോഗത്തെ അറിയിച്ചു. ആനി രാജ മത്സരിച്ചതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടായില്ലെന്നും CPM-ൽ നിന്നും മതിയായ പിന്തുണ ലഭിച്ചില്ലെന്നും യോഗത്തിൽ അറിയിച്ചു. PSC കോഴ പരാതിയിൽ തുറന്നു പറച്ചിലുമായി CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടൂളി. ശ്രീജിത്തുമായി ഒരു സ്ഥലം ഇടപാടിനുള്ള നീക്കം നടത്തിയിരുന്നെന്ന് സമ്മതിച്ച പ്രമോദ് അതൊരു പാർട്ടി സഖാവിന്റെ മകന്റെ വിദ്യാഭ്യാസ കാര്യത്തിനാണെന്നും പറഞ്ഞു. തന്നെ പുറത്താക്കാൻ CPM-നുള്ളിൽ പ്രവർത്തിച്ച ക്രിമിനൽ ബുദ്ധികളെ തുറന്നു കാട്ടുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും പ്രമോദ് പറഞ്ഞു. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ തോമസ് മാത്യു ക്രൂക്കസ് എന്ന 20കാരൻ നിറയൊഴിച്ചത് എന്തിനെന്നതിൽ ഇനിയും വ്യക്തതയില്ലാതെ അന്വേഷണ സംഘം. ആക്രമണം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കാരണം കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല. സംഭവ സ്ഥലത്ത് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റും മരിച്ച അക്രമിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉള്ളതായി ഇതുവരെ തെളിവില്ല. തോമസ് ക്രൂക്കസ് മുൻപ് അക്രമ സംഭവങ്ങളിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ അനുഭാവിയുമാണ്. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട പോരാട്ടത്തിൽ കൊളംബിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം. 112-ാം മിനിറ്റിൽ ലൗട്ടാരോ മാർട്ടിനസ് ആണ് അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. സ്പെയിനിന് യൂറോ കപ്പിൽ 4ാം മുത്തം. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളിന് കീഴടക്കിയാണ് ചെമ്പട 4ാം യൂറോ കിരീടം സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ടിന് തുടർച്ചയായ 2ാം ഫൈനലിലും കണ്ണീർ മടക്കം.